ഇത്തരം മുകുന്ദന്റെ വാക്കുകൾ കേട്ട നേരവും സത്വരം പിശാചരും ദക്ഷിണമുഖന്മാരായി ഉത്തമ പുരുഷായ നാരായണായ നമഃ. ഇത്തരം മന്ത്രം ചൊല്ലി നമസ്കാരവും ചെയ്തു തങ്ങൾ സമൃദ്ധാന്തവും ചൊല്ലിന മമനാമം മംഗളമൂർത്തി ഖണ്ഡനാകുന്നത് അറിഞ്ഞാലും ധർമ്മജ്ഞനായി കൃഷ്ണശങ്കരപ്രിയനായി സർവഭൃത്യനായി മേ വീടുന്നൊരു പിശാചം ഞാൻ ദേവദേവേശനായി കൽമഷഹരനായി കേവല സ്വരൂപനായി രുദ്രൻ തന്നാറ്റയാലേ ലോകേശനായി ത്രൈലോക്യാധിപനായി കൊണ്ട് ദേവദേവേശനായി ലോകേശനായി ത്രൈലോക്യാധിപനായി കൊണ്ട് ദേവദേവേശനായി മൂർത്തിത്രയ വിഗ്രഹനായി ആനന്ദസ്വരൂപനായി അദ്വയനായിരിക്കും ഏകനാം നാരായണനെ കുറിച്ച് ഇതുമൂലം തൽപ്രസാദാർത്ഥം ദ്വാരാവിളിക്ക് പോകുന്നതോ ഇപ്പോഴിതിവിടേക്ക് വന്നതും അതുമൂലം ദ്വാരകാപുരിമുഖ് കൃഷ്ണവും കണ്ട് അതിശുദ്ധം വരുത്തിയിടണം ഞങ്ങൾക്ക് എന്നോർത്ത് ഇച്ഛയാ തന്നെ ശങ്കരൻ തന്നാജ്ഞയുണ്ട് അതിന് അതുമൂലം ശങ്കയേ പോയിടുന്നു ഞങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞവർ ബഹുത്വ വികൃതികൾ നന്നായി കളഞ്ഞിട്ട് ഗോവിന്ദൻ തന്നോടായി പോയെന്നുരച്ചപ്പോ മാധവൻ ഉത്സാഹിയാം ഭാവത്തെ പൂണ്ടനേരം ശിരാശികളെല്ലാം പുഷ്പത്തെ ഭൂമോ വർഷിച്ചിട്ട് ഭൂമിയിൽ നോക്കി താൽപര്യത്തോട് പത്മാസനസ്ഥരായിരുന്നു ആകുലഭിന്നി ശ്രോത്രാദിന്ദ്രിയങ്ങൾ നിർത്തി ശോകഹീനരായി നസാഗ്രേക്ഷണയുക്തരായി തുല്യമാ സമാധിസ്ഥരായിക്കൊണ്ട് ചിത്തം നന്നായി വല്ലഭമുള്ള സമാധിയിലെ ലയിപ്പിച്ചു മാധവൻ തന്നെ അന്വേഷിച്ചു ചിത്തം കൊണ്ട് മാധവൻ ചിത്തേ കാണാൻ നേത്രങ്ങൾ തുറന്നപ്പോൾ കേവലാനന്ദമൂർത്തി തന്നെ കണ്ട് അതു നേരം ശൈവഭൃത്യരും പറയുന്നിതു
ഹരിയായി ശോഭജനായി താനായി സകലമായി പരമാത്മാവായി മേവും മാധവം കണ്ടാരം പിന്നെ ശിവകാരികളാം വിശ്വാസന്മാർ നന്നായി നൃത്തരാസ്യഗാനങ്ങളതും ചെയ്ത് സുഖമാകുന്നവണ്ണം സമ്പൃഷ്ട്യ ഭക്തിയോട് വിശിതാകാരന്മാരും നമിച്ചു വാസുദേവം ഭക്തിയാ വന്ദിച്ചുകൊണ്ട് ചൊല്ലിന അവർകളോ മുക്തിദായ മൂർത്തേ തിരുപ്രസാദത്താൽ എന്തോന്നു ഞങ്ങൾക്ക് അനുഗ്രഹിച്ചിടുന്നു ഭവാൻ ചിന്താവരക്ഷ എന്ന് നന്നായിട്ട് അർത്ഥിച്ചവർ നിന്തിരുവഴി ഞങ്ങൾ തങ്ങളിൽ തുഷ്ടനാക സന്തതാനന്ദഭക്തിക്ക് അന്തരമുണ്ടാകേണ്ട ശങ്കരകിങ്കരന്മാരാകെ ഞങ്ങൾ ചെയ്ത സമസ്ത അപരാധം അകമേ ക്ഷമിക്കാത്ത ജഗദീപതി മുനിമാരുടെ മന്ദഗാസ ഗംഗാ കാമുക ഭൃത്യന്മാരോടായ അരുൾ ചെയ്തു നിർമ്മല ശിവഭക്തരാകിയ നിങ്ങൾക്ക് ഒരു കൽമഷം ഒരു നാളുമില്ല എന്ന് മുനീന്ദ്രനാൽ സമ്മതം സർവവേദ സമ്മതം തന്നെ നിർമ്മല ശിവഭക്തരാകിയ നിങ്ങൾക്ക് ഒരു കൽമഷം ഒരു നാളുമില്ല എന്ന് മുനീന്ദ്രനാൽ സമ്മതം അത് സർവവേദ സമ്മതം തന്നെ സമ്മതം ഇതിന് സന്ദേഹവുമില്ല ദൂരം ശങ്കരഭക്തന്മാർക്ക് കൽമഷമില്ല എന്നത് പങ്കജനേത്രൻ അരുൾ ചെയ്തു ധ്രുവോത്തമ ഇത്തരവും അരുൾ ചെയ്തു മാധവൻ പിശാചുക്കൾക്ക് ഉത്തമ സിദ്ധാർത്ഥമായി സ്പർശിച്ച അവർകളെ അന്നേരം വികൃതിയാം ആകൃതി പോയി പിന്നെ സുന്ദരരൂപരായി ഹരിയെ വന്ദിച്ചിതു പിന്നെയും മുനീന്ദ്രന്മാരായോർക്കും മറ്റുള്ളവർക്കും മണ്ഡപ ബദരിയാക്കിയ ശ്രമത്തിൽ വച്ചു തന്നെ ദേവദേവേശൻ തന്നെ ദർശനം ഏതുവായി കേവലം കൃതാർത്ഥത സിദ്ധിച്ചു വഴി പോലെ പിന്നെയും ഖണ്ഡൻ ചൊന്നാൻ എന്നുടെ അനുജനായി നിന്നുടെ ഭക്തനായി ശങ്കരഭൃത്യനായി ദേവിയിടും കർണനെന്നു പേരാകും ഇവനെയും കേവലം അനുഗ്രഹത്തെ ചെയ്തിടണം ഇത്തരം പറഞ്ഞത് കേട്ടൊരു ഗോവിന്ദൻ സത്വരം അവനെ സ്പർശിച്ചാൽ അതു നേരം സുന്ദര ശരീരമായി വന്നിതു ഖണ്ഡാകർണത്തെന്നിവർ ഇരുവരും ഏറ്റവും മോദിതരാ